എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 135 അല്ലെങ്കിൽ 135 സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നുള്ള പാഠഭാഗമാണ്. അതായത് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിന് ഷോർട്ട് ഫോമായിട്ട് STIs എന്ന് പറയും. ഓക്കെ, ലൈംഗിക രോഗ അണുബാധകൾ എന്നാണ് ആ ഭാഗത്തിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 135 പേജിലുള്ളതാണ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഹൗ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ മെയിൻലി ട്രാൻസ്മിറ്റഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പകരുക എന്നുള്ള അർത്ഥമാണ്, പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, എങ്ങനെയാണ് പകരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം എത്തിച്ചേരുന്നത്? സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ മെയിൻലി ട്രാൻസ്മിറ്റഡ് ടു സെക്സ്വൽ കോണ്ടാക്ട്. അതായത് ഈ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിച്ചേരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിച്ചേരുന്നത്, ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ പകരുക എന്നത് ത്രൂ സെക്സ്വൽ കോണ്ടാക്ട്, അതായത് ലൈംഗിക ബന്ധം. ഓക്കെ, സെക്സ്വൽ കോണ്ടാക്ട് എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധമാണ്. ഓക്കെ, ഇനി 146 ചോദ്യം. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് കോസസ് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഏതെല്ലാം ജീവജാലങ്ങളാണ് അല്ലെങ്കിൽ ഏതെല്ലാം ജീവികളാണ് എന്താണ് പറയുന്നത് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ലൈംഗിക പകർച്ചവ്യാധികൾക്ക് കാരണമായി തീരുന്ന ജീവികൾ ഏതെല്ലാം ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ കോസ്ഡ് ബൈ. അതായത് ലൈംഗിക പകർച്ചവ്യാധികൾക്ക് കാരണക്കാരായ ജീവികൾ ഏതെല്ലാമാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് എന്നിവയാണ്. അതായത് ഇവയ്ക്ക് കാരണമാവുന്ന ജീവികൾ ഏതെല്ലാമാണ്? 1 ബാക്ടീരിയ, 2 വൈറസ്, 3 ഫംഗസ്, 4 പാരസൈറ്റ്സ് എന്നിവയാണ്. ഇനി 147 ചോദ്യം. വിച്ച് ആർ ദ മോസ്റ്റ് കോമൺ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഏതാണ് ഏറ്റവും അല്ലെങ്കിൽ ഏതെല്ലാമാണ് സാധാരണയായി നമ്മൾ കാണുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ള സെക്സ്വലി ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ലൈംഗിക പകർച്ചവ്യാധികൾ, അതായത് സാധാരണയായ ലൈംഗിക രോഗാണുബാധകൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളത് പറയാൻ പോവുകയാണ്. ഏതൊക്കെയാണ്? ദ മോസ്റ്റ് കോമൺ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ, അതായത് STDR, അതായത് ഏറ്റവും സാധാരണയായി കാണുന്ന സെക്സ്വലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാം എയ്ഡ്സ്. എന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം ഒന്നാമതായിട്ട് എയ്ഡ്സ്, രണ്ടാമതായിട്ട് ക്ലിമീഡിയാസിസ് എന്ന് പറയുന്ന രോഗം, മൂന്നാമതായിട്ട് ഗൊണേറിയ എന്ന് പറയുന്ന രോഗം, നാലാമതായിട്ട് സിഫിലിസ് എന്ന് പറയുന്ന രോഗം, അഞ്ചാമതായിട്ട് നമുക്ക് ജെനിറ്റൽ ഹെർപ്പസ് എന്ന് പറയുന്ന രോഗം, ആറാമതായിട്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, അടുത്തതായിട്ട് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന രോഗം, പിന്നീട് നമ്മൾ കാണുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന രോഗം, അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് പറയാം കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, അപ്പോൾ ഈ രോഗങ്ങളെല്ലാമാണ് എന്താണ് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ട്, അതായത് ഒരു പേഷ്യൻറ്റിൽ നിന്നും ഒരു രോഗിയിൽ നിന്നും ലൈംഗിക ബന്ധത്തിലൂടെ മറ്റൊരാളിലേക്ക് പകരുന്ന രോഗം. ഓക്കെ, വാട്ട് ഈസ് ക്ലമീഡിയാസിസ് എന്ന് പറയുന്ന രോഗം എന്താണെന്ന് അന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം എയ്ഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം നമ്മൾ ക്ലമീഡിയാസിസ് എന്താണെന്ന് നോക്കാം. ക്ലമീഡിയാസിസ് ഈസ് എ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ദാറ്റ് ഇൻഫെക്ട്സ് ദ യൂറിത്ര ഇൻ മെൻ ആൻഡ് എൻഡോസെർവിക്സ് ഓർ യൂറിത്ര ഓർ ബോത്ത് ഇൻ വുമൺ. അതായത് ഇതൊരു രോഗമാണ്. ഈ രോഗം വരുന്നത് എവിടെയാണ്? പുരുഷന്മാരിൽ യൂറിത്രയിലും സ്ത്രീകളിൽ എൻഡോസെർവിക്സിലും അതുപോലെ തന്നെ യൂറിത്രയിലെയുമാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ഗൊണേറിയ. ഗൊണേറിയ എന്ന് പറയുന്ന രോഗം എന്നാണ്. ഗൊണേറിയ ഈസ് എ കോമൺ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അതും ഒരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് പർട്ടിക്കുലർലി കോമൺ ഇൻ പീപ്പിൾ ഏജ്ഡ് ലെസ് ദാൻ 25 ഇയേഴ്സ്. ഇത് സാധാരണ കണ്ടുവരുന്നത് 25 വയസ്സിൽ താഴെയുള്ളവർക്കാണ്. ഇറ്റ് അഫക്ട്സ് ദ ജെനിറ്റൽസ് ആർ ദ ത്രോട്ട്. ഈ രോഗം സാധാരണയായി എവിടെയൊക്കെയാണ് വരുന്നത്? ഇത് വരുന്നത് ഇറ്റ് അഫക്ട്സ് ദ ജെനിറ്റൽസ്, അതായത് ലൈംഗിക അവയവങ്ങളിലും അതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ ത്രോട്ടിൻ്റെ അവിടെയുമാണ് ഈ രോഗം, അല്ലെങ്കിൽ തൊണ്ടയുടെ അവിടെയുമാണ് ഗൊണേറിയ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് 150 ചോദ്യം. വാട്ട് ഈസ് സിഫിലിസ്. എന്താണ് സിഫിലിസ് എന്ന് പറയുന്ന രോഗം? ഓക്കെ, പ്രൈമർലി സിഫിലിസ് ഈസ് ക്യാരക്ടർഡ് ബൈ
എ സ്മോൾ പെയിൻലെസ് സോർ, അതായത് നമ്മുടെ ശരീരത്തിൽ വേദനയില്ലാത്ത ചെറിയ ഒരു സോറായിട്ട് ഇത് പ്രത്യക്ഷപ്പെടുന്നു. എ റാഷ്, അതായത് എന്താണ് പറയുന്നത്, ഒരു ചെറിയ ഈ മുറിവ് പോലെയുള്ള ഒരു ഇതായിട്ട് വരുന്നു, റാഷ്. വിച്ച് മേ ലുക്ക് ലൈക്ക് അതർ റാഷസ് സച്ച് ആസ് ചിക്കൻ പോക്സ്. അതെന്താണ് ചെയ്യുന്നത്, ഈ ചെറുതായിട്ട് വന്നിരിക്കുന്ന ഈ പോളം പോലെ വന്നിരിക്കുന്ന സാധനം ചിക്കൻ ബോക്സ് പോലെയായിരിക്കും കാണപ്പെടുന്നത്. ദ റാഷ് ലാസ്റ്റ് അബൌട്ട് 4 weeks. ഈ റാഷിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് 4 ആഴ്ചയോളം നിലനിൽക്കും. അതർ സിഫീലിയസ് സിംറ്റംസ് ക്യാൻ ഇൻക്ലൂഡ് ന്യൂറോളജിക്കൽ സിംറ്റംസ്. പിന്നീട് എന്താണ് ന്യൂറോളജിക്കൽ സിംറ്റം, ഞരമ്പുകളുമായിട്ട് സംബന്ധമായിട്ട്, ഇൻക്ലൂഡിങ് ദോസ് അഫക്റ്റിംഗ് ഐ ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ആസ് വെൽ. അതെന്താണ്, കണ്ണിനെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനിറ്റൽ ഹെർപ്പസ് എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ 151ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ജെനിറ്റൽ ഹെർപ്പസ്? ജെനിറ്റൽ ഹെർപ്പസ് ക്യാൻ കോസ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ജെനിറ്റൽ സ്കിൻ. അതായത് ആ വ്യക്തിയുടെ ലൈംഗിക അവയവങ്ങളിൽ ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൊള്ളുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ചൊറി പോലെയുള്ള ഇത് ഉണ്ടാക്കാനായിട്ട് സാധ്യത. ദ വജീന, അതെവിടെയൊക്കെയാണ്, വജീനയിലും പെന്നീസും ഓർ ടെസ്റ്റിക്കിൾസ് ഓർ ആൻസ്, അതായത് ടെസ്റ്റിക്കിളിനോ ആൻസിനോ ഒക്കെ ഈ ജെനിറ്റൽ ഹെർപ്പസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വാട്ട് ഈസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ? എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? HPV infection is a viral infection that commonly causes skin or mucous membrane growths. അതായത് ഇതെന്താണ് ചെയ്യുന്നത്, സാധാരണയായിട്ട് ഇത് ഒരു നമ്മളുടെ ശരീരത്തിലെ സ്കിന്നുകളിലാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഓർ മൂക്കസ് മെംബ്രൈൻ ഗ്രോത്ത്സ്, അതായത് അതുപോലെ തന്നെ മൂക്കസ് മെംബ്രൈന് ഗ്രോത്തിന് ഉണ്ടാകാറുണ്ടായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഹെപ്പാറ്റൈറ്റിസ് ബി? എന്താണ് ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ? ഹെപ്പാറ്റൈറ്റിസ് ബി ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ ലിവർ കോസ്ഡ് ബൈ ദ ഹെപ്പാറ്റൈറ്റിസ് ബി വൈറസ്. അതായത് ഹെപ്പാറ്റൈറ്റിസ് ബി ഈസ് ആൻ ഇൻഫെക്ഷൻ, അതൊരു ഇൻഫെക്ഷനാണ്. അതെന്താണ് ചെയ്യുന്നത്, കോസ്ഡ് ബൈ ഹെപ്പാറ്റൈറ്റിസ് ബി വൈറസിനാൽ കോസ്ഡ് ബൈ ഉള്ള ഒരു രോഗം ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനിയുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. വാട്ട് ഈസ് ട്രൈക്കോമോണിയാസിസ് എന്ന് ചോദിച്ചാൽ, ട്രൈക്കോമോണിയാസിസ് ഈസ് കോമൺ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ പാരസൈറ്റ്. ഈ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്നത് പാരസൈറ്റ് വഴി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്ന രോഗം ആണ്. ഓക്കെ, അല്ലെങ്കിൽ പാരസൈറ്റ് എന്ന് വെച്ചാൽ പരാതങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ട്രൈക്കോമോണോസിസ് ഈസ് എ കോമൺലി സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഇത് സാധാരണയായി ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. കോസ്ഡ് ബൈ പാരസൈറ്റ്, അതായത് പരാതങ്ങളിലൂടെയാണ് ഇത് പകരുന്നത്. ഇൻ വുമൺ, സ്ത്രീകളിൽ ട്രൈക്കോമോണോസിസ് ക്യാൻ കോസ് ഫൗൾ സ്മെല്ലിംഗ്, അതായത് അവർക്ക് ഒരു തരം ചീഞ്ഞ വാട അല്ലെങ്കിൽ മണം അവരിൽ നിന്ന് ഉത്ഭവിക്കാം. വജീനൽ ഡിസ്ചാർജ്, അതുപോലെ തന്നെ വജീനയിൽ കൂടി ഉള്ള ഒരു തരം മണത്തോടു കൂടിയുള്ള ഒരു ഡിസ്ചാർജ് കാണാം. ജെനിറ്റൽ ഇച്ചിങ്, അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളുടെ ചുറ്റും കടിയുണ്ടാകാൻ സാധ്യതയുണ്ട്. പെയിൻഫുൾ യൂറിനേഷൻ, മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതെല്ലാമാണ് ട്രൈക്കോമോണിയോസിസിൻ്റെ ലക്ഷണങ്ങൾ സ്ത്രീകളിൽ കാണപ്പെടുന്നത്. ഇനി പുരുഷന്മാരിൽ കാണപ്പെടുന്ന ട്രൈക്കോമോണിയോസിസിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇൻ മെൻ, ദിസ് കോമൺ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ക്യാൻ എക്സ്പീരിയൻസ് യൂറിത്തറീസ്. അപ്പോൾ ഈ സാധാരണ പുരുഷന്മാരിൽ ഇത് യൂറിത്തറീസിലാണ് ഈ അസുഖം കാണപ്പെടുന്നത്, അല്ലെങ്കിൽ പോസ്റ്റെറിറ്റീസ്, ഇത് പോസ്റ്റെറിറ്റീസിലും കാണപ്പെടുന്നു. റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി, ഇതെന്താണ് ചെയ്യുന്നത്, ഫെർട്ടിലിറ്റി അതായത് പ്രത്യുൽപാദനത്തിൻ്റെ കഴിവ് ഈ രോഗം കുറയ്ക്കുന്നു. ആംപ്ലിഫൈഡ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് റിസ്ക്, അതുപോലെ തന്നെ ആംപ്ലിഫൈഡ് അതായത് ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് റിസ്ക്, അതായത് ഇത് വൈറസ് ഡെഫിഷ്യൻസിയുടെ ഒരു റിസ്ക് കൂടി ഈ വ്യക്തികളിലേക്ക് സംഭവിപ്പിക്കുവാനായിട്ട് സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ 155ാമത്തെ ചോദ്യം, വാട്ട് ഈസ് കാൻഡിഡിയാസിസ്? ഓക്കെ, കാൻഡിഡിയാസിസ് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ. ഇതൊരു ഫംഗസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ഡ്യൂ ടു എനി സ്പീഷീസ് ഓഫ് ജീൻസ് കാൻഡിഡ, അതായത് ഇത് ഈ കാൻഡിഡ എന്ന് പറയുന്ന സ്പീഷീസിലുള്ള ഫംഗസ്, ഏതൊരു ഫംഗസ് കൊണ്ടും ഈ രോഗം കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കാം. ഓക്കെ, വെൻ ഇറ്റ് അഫക്ട്സ് ദ മൗത്ത്, ഇത് മൗത്തിൽ അല്ലെങ്കിൽ വായിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇൻ സം കൺട്രീസ് ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ത്രാഷ്, അതായത് ചില കൺട്രികളിൽ ഇതിനെ വിളിക്കുന്നത് ത്രാഷ് എന്നാണ്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് വൈറ്റ് പാച്ചസ് ഓൺ ദ ടങ്, അതായത് വെള്ള കളറിലുള്ള പാച്ചസ്, അതായത് ചെറിയ ഈ പൊട്ടൽ അല്ലെങ്കിൽ ചൊറി പോലെയുള്ളത് നാവിൽ കാണാം. ഓർ അതർ ഏരിയാസ് ഓഫ് ദ മൗത്ത്, അല്ലെങ്കിൽ മറ്റുള്ള വായുടെ ഭാഗങ്ങളിൽ ആൻഡ് ത്രോട്ടിലും കാണാം. അതർ സിംറ്റംസ് മേ ഇൻക്ലൂഡ് സോറൻസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് സ്വെല്ലിംഗ്, അതുപോലെ തന്നെ ശരീരത്തിൽ എന്താണ് സ്വെല്ലിംഗ് അല്ലെങ്കിൽ നീര് വയ്ക്കുന്ന
ഒരു പ്രവണതയും കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളും അവയുടെ പ്രത്യേകതകളും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയണ കേൾക്ക്, നിങ്ങൾക്ക് ഇവിടെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഈ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ നിങ്ങളിതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കോട്ടെ. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇന്ന അസുഖം വന്നിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റികൾ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ ഡോക്ടറെ സഹായം തേടണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജനറലായിട്ട് മനസ്സിലാക്കുന്നതിനും ഭാവിയിലേക്കും ഇപ്പോഴും ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നതിനും വേണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.